നമസ്കാരം. പ്രിയ SK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മുപ്പന്തൽ ദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാൽ കന്യാകുമാരി ജില്ലയിലെ ആരൽവായ് മൊഴി എന്ന സ്ഥലത്താണ്. ഈ ക്ഷേത്രം നാഗർകോവിലിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ ദൂരമുണ്ട്. നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലി പോകുന്ന വഴിമധ്യേ ആരൽവായ് മൊഴി എന്ന സ്ഥലത്താണ് സർവാഭിഷ്ട വരദായിനിയായ മുപ്പന്തൽ ഇശക്കിയമ്മ ക്ഷേത്രം. ഈ ക്ഷേത്രം വളരെ അധികം പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഒരു വർഷത്തിനകം തന്നെ അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നടന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് അതിനുള്ള കാണിക്ക ദേവിക്ക് അർപ്പിച്ച് വരുന്നു. പ്രധാനമായി സന്താന ഭാഗ്യം, ഉദ്യോഗലബ്ധി, രോഗനിവാരണം ഇതുപോലെയുള്ള ആഗ്രഹ സാഫല്യത്തിനാണ് കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ മറ്റു മതസ്ഥരും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ജാതിമത ഭേദമന്യേ മറ്റു മതസ്ഥരും ഈ ക്ഷേത്രത്തിൽ വരാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഈ ക്ഷേത്രത്തിൽ മാനസിക പ്രശ്നങ്ങൾ, ദുർബാധ, ഉപദ്രവം, ശത്രുക്കളുടെ ഉപദ്രവം ഇതുപോലെയുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടി പ്രധാനമായി ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഈ ദോഷ നിവാരണത്തിന് ജാതിമത ഭേദമന്യേ പലരും ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തർ അർപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്ത ഒരു ആഗ്രഹവുമില്ല. ആഗ്രഹ സാഫല്യത്തിനായി എല്ലാ ദിവസവും ഇവിടെ പ്രത്യേക പൂജകൾ നടത്തി വരുന്നു. ഭക്തജനങ്ങൾ അവർ മനസ്സിൽ ഒരു ദൃഢനിശ്ചയത്തോടെയാണ് വരുന്നത്. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന ദുരിത ദോഷങ്ങൾ, അതുപോലെ ശത്രുദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷ ശാന്തി പരിഹാരത്തിനാണ് കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു നേർച്ച സമർപ്പിക്കണം. ഈ ക്ഷേത്രത്തിലൊക്കെ വരുന്നവർ പ്രശ്നവിധി പരിഹാരത്തിനായി നാളികേരവും നാരങ്ങയുമായി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് പ്രശ്നവിധി പറയുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ശ്രീ ഭക്തജനങ്ങൾ, പ്രധാനമായി കന്യകകളായിട്ടുള്ള സ്ത്രീകൾ ഈ ക്ഷേത്രത്തിലെത്തി പട്ടുപുടവ സമർപ്പിക്കുകയാണ്. ദേവിക്ക് പട്ടുവസ്ത്രം സമർപ്പിച്ച് വന്നാൽ മംഗല്യഭാഗ്യം ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. തീർച്ചയാണ് ഈ ക്ഷേത്രത്തിലെത്തി പട്ടുവസ്ത്രം സമർപ്പിച്ചാൽ എത്രയും വേഗം തന്നെ അവർക്ക് മംഗല്യഭാഗ്യം കൈവരുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി
വഴിപാടുകൾ സമർപ്പിക്കുന്നത് ആണ്. ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ആഗ്രഹ സാഫല്യം നേടുകയാണ് ഇവിടെ വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ. കുടുംബ ഐശ്വര്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കുമാണ് സ്ത്രീകൾ എല്ലാ മാസവും വെള്ളി അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിലെത്തി പ്രധാനമായിട്ടുള്ള പൂജകൾ വഴിപാടുകൾ ചെയ്യുന്നത്. ആ കുടുംബങ്ങളിൽ സർവ്വവിധ ഐശ്വര്യവും അവർക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദോഷങ്ങൾ ദുരിതങ്ങൾ മാറി നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കുന്ന ഒരു ക്ഷേത്രമാണ് മുപ്പന്തൽ യശക്കി അമ്മ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ പിറകിലായി ആലുമൂട് അമ്മൻ ക്ഷേത്രം ഉണ്ട്. ഈ ക്ഷേത്രത്തിലും തേങ്ങ മുകളിലേക്ക് എറിഞ്ഞ് ആ തേങ്ങ പിടിച്ച് ഉടച്ച് ഫലം പറയുന്ന ഒരു പ്രശ്നവിധി പരിഹാരം പറയുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രവും സന്ദർശിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം മാത്രമല്ല സർവ്വവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിനടുത്ത് മറ്റൊരു യശക്കേമ്മൻ ക്ഷേത്രമുണ്ട്. അത് ആദി ക്ഷേത്രമായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് കേരള ക്ഷേത്രം എങ്ങനെയാണോ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഓടുകൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനടുത്ത് പ്രധാനമായി ചുടലമാടൻ ഭക്തർക്ക് കാവൽ ദൈവമായി കുടികൊള്ളുന്നു. അതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ വൈഷ്ണവി ദേവി, ദുർഗ, പ്രത്യങ്കിര ദേവി, ഗണപതി, ബാലമുരുകൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങൾ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രധാനമായി മംഗല്യ തടസ്സങ്ങൾ മാറി, തീരാത്ത രോഗങ്ങൾ മാറി, പ്രധാനമായി ശത്രു ഉപദ്രവങ്ങൾ മാറി സർവ്വവിധ ഐശ്വര്യവും കൈവരുന്നു. ഈ ക്ഷേത്രത്തിനടുത്ത് ഉപദേവതയായി ഔവയാർ ക്ഷേത്രം. ഔവയാറിന് കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ഇവിടെ വന്ന് ആടി, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൊങ്കാലയും അർപ്പിക്കുകയാണ്. സർവ്വവിധ ഐശ്വര്യവും അവർക്ക് കൈവരുന്നു. പ്രധാനമായിട്ട് കുടുംബ ഭദ്രതയാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ലഭിക്കുന്നത്. ഈ ക്ഷേത്രം ദർശിക്കുക. ദേവിയുടെ എല്ലാവിധ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.